മൂടമഞ്ഞ് നിറഞ്ഞൊരു ഗവി യാത്ര കൂട്ടത്തിൽ നമ്മൾ എന്തൊക്കെ കഴിച്ചു എന്നും കൂടെ കാണാമേ. സോ കഴിച്ചത് മാത്രമായിട്ടുള്ളൊരു വീഡിയോ ആണ്. ഞാൻ എൻ്റെ ഭാഗ്യം എന്ന് വിചാരിക്കട്ടെ, ഞാൻ കുറച്ച് സാധനങ്ങൾ ഞാൻ വിചാരിച്ച് വഴി കൂടെ പോകുമ്പോൾ മേടിക്കാണ്. പക്ഷെ എന്നാലും എൻ്റെ ഭാഗ്യത്തിന് വേണ്ടി ഞാൻ കുറച്ച് സാധനങ്ങൾ എൻ്റെ ബാഗിൽ ഞാൻ ഫുഡൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചായിരുന്നു. സോ നിങ്ങൾ ഗവി പോകണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ കഴുതി വെച്ചു. അവിടെ ഒരു കടയില്ല ഗവിയിൽ. ആ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും കാണത്തില്ല. ഞാനാണെങ്കിൽ പേരയ്ക്കായും മുട്ടായികളും പൊതിച്ചോറ് എല്ലാം കരുതിയായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ പൊതിച്ചോറ് എടുത്തത്. എനിക്കറിയത്തില്ലായിരുന്നു അവിടെ അങ്ങനെ കടകളോ കാര്യങ്ങളോ ഇല്ലെന്ന്. പക്ഷേ ആണെങ്കിൽ എന്താണെന്നറിയത്തില്ല, എനിക്ക് പെട്ടെന്ന് പൊതിച്ചോറ് എടുക്കാൻ തോന്നി. ഞാൻ പൊതിച്ചോറ് എടുത്തു. അതിൻ്റെ അകത്ത് അതുകൊണ്ടാണെങ്കിൽ ഫുഡ് കഴിക്കാൻ പറ്റും. നല്ല ക്ലൈമറ്റ്, മൂടൽമഞ്ഞ് നിറഞ്ഞ നല്ലൊരു ക്ലൈമറ്റ്. അതിൻ്റെ അത് ഞങ്ങൾ കാർ അവിടെ ഒതുക്കിയിട്ടിട്ട് നല്ല മഴ പുറത്ത് പെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ ഈ പൊതിച്ചോറെല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് ചക്കക്കുരുമരിക്കുവരട്ടിയും പിന്നെ എന്താ മുട്ടത്തോരനും പിന്നെ ചിക്കൻ കറിയും പിന്നെ പച്ചമോരെല്ലാം ഉണ്ടായിരുന്നു. എല്ലാം കൂടെ കുത്തിക്കയറ്റി കഴിച്ചു. എനിക്ക് മതിയായിരുന്നു, എന്നാലും ഞാൻ കുത്തിക്കയറ്റി കഴിച്ചു. കഴിഞ്ഞ് പോകുന്ന വഴിക്ക് ഒരു കട പോലും ഇല്ല. പിന്നെ നമ്മൾ പോയി ഇറങ്ങണമെങ്കിൽ വണ്ടിപ്പെരിയാറായിരിക്കും കടകൾ കാണുന്നത്. സോ അത് പച്ചമോരും കൂടെ കുടിച്ചു. ആണെങ്കിൽ എനിക്കറിയത്തില്ല എന്ത് ഭാഗ്യം കൊണ്ടാണ് ഞാൻ എടുത്തത്. പക്ഷെ ഗവിക്ക് പറ്റിയ ക്ലൈമറ്റ് ആട്ടോ. നല്ല മഴയും നല്ല കാര്യങ്ങളും ഫുള്ളും മൂടൽമഞ്ഞ കാര്യങ്ങൾ. പിന്നെ വണ്ടിപ്പെരിയാർ വന്നൊരു കരിക്കും കുടിച്ച് വീട്ടിൽ വന്ന് ബ്രോസ്റ്റഡും കഴിച്ച് അങ്ങനെ നമ്മുടെ ഗവിയിൽ ഇത്രേ കഴിക്കാൻ നമുക്ക് പറ്റും.